ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 5 മാസത്തിനിടയിലെ നിഫ്റ്റിയുടെ ഡെയിലി മൂവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് നടത്തിയിട്ടുള്ള ഒരു ദിവസമാണിന്ന്. 2.39% ഒരു അപ്സൈഡ് മൂവാണ്. അതായത് ഏകദേശം 557 പോയിന്റിൻ്റെ ഒരു തകർപ്പൻ മൂവാണ് ഇന്ന് നിഫ്റ്റിയിലുണ്ടായത്. ഇന്ന് എല്ലാ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളും ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എല്ലാം പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. സെക്ടോറൽ ഇൻഡെക്സുകളിൽ നിഫ്റ്റി മീഡിയ ഒഴിച്ചുള്ള എല്ലാ സെക്ടറുകളും പോസിറ്റീവായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇന്നത്തെ റാലി നടന്നത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് നമുക്ക് കാണാം. 2% മുകളിൽ നടന്ന റാലി നിഫ്റ്റി 50-ലും നിഫ്റ്റി നെക്സ്റ്റ് 50-ലുമാണ് എന്ന് നമുക്ക് NSEയുടെ ഡാറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, ICICI ബാങ്ക്, TCS, ITC, ലാർസൻ ആൻഡ് ടൂബ്രോ, SBI തുടങ്ങിയിട്ടുള്ള പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ചേർന്നുകൊണ്ട് 1150 പോയിന്റിൻ്റെ ഒരു മൂവാണ് സെൻസെക്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ ഭാരതി എയർടെൽ, HCL ടെക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഈ ഒരു റാലിക്ക് വലിയൊരു ബൂസ്റ്റ് കൊടുക്കുകയും നല്ലൊരു മൊമെൻറ്റം നിഫ്റ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലേക്ക് വന്നാൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും 1% റാലി മാത്രമാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, പലരും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് നിഫ്റ്റി ഇത്ര മൂവ് ചെയ്തിട്ടും പോർട്ട്ഫോളിയോ ഇപ്പോഴും ചുവപ്പിലാണ് എന്ന്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഹോൾഡിംഗ് ഒക്കെ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ മൈക്രോ ക്യാപ് സെഗ്മെൻറ്റിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ നിഫ്റ്റി മൂവ് ചെയ്യുന്നതിന് കണക്കായിട്ട് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാത്തത്. കാരണം ഒരു റിക്കവറി വരുമ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് ഏറ്റവും ആദ്യം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇന്ന് നമുക്ക് സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ മൂവ് നടന്നിട്ടുള്ളത് നിഫ്റ്റി IT ഇൻഡെക്സിലാണ്. 3.29% ഒരു റാലി അവിടെ നടന്നു. അതുപോലെ നിഫ്റ്റി റിയാലിറ്റിയിൽ 3.17, അതുപോലെ നിഫ്റ്റി PSU ബാങ്കിൽ ഏകദേശം 3% മുന്നേറ്റം ഉണ്ടായി. അതുപോലെ നിഫ്റ്റി FMCGയിൽ 2.27% മുന്നേറ്റം. അതുപോലെ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിൽ 2.21% മുന്നേറ്റവും ഇന്ന് നമുക്ക് ഇൻഡെക്സുകളിൽ കാണാൻ കഴിയും. നിഫ്റ്റിയിലെ ടോപ്പ് 500 സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ 393 സ്റ്റോക്കുകളും ഇന്ന് അഡ്വാൻസ് ചെയ്യുകയുണ്ടായി. 107 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളിൽ 10% കൂടുതൽ മുന്നേറിയ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് പ്രാജ് ഇൻഡസ്ട്രീസാണ്. അങ്ങനെ പ്രാജ് ഇൻഡസ്ട്രീസ് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കായിരുന്നു. ഇതാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈയിൽ ഏകദേശം 14% ഒരു മൂവ് ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായി. അപ്പോൾ ഇതിനൊരു കാരണമായത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്. അതായത് കമ്പനി പ്രതീക്ഷിക്കുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഇവരുടെ റവന്യൂ ഏകദേശം 3 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് അവർ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രസ് റിലീസിൽ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ ബയോപോളിമേഴ്സിലും അതുപോലെ ഏവിയേഷൻ ഫ്യൂവൽ പോലെയുള്ള മേഖലകളിൽ ഇവർ ആ റിന്യൂവബിൾ സെഗ്മെൻറ്റിലുള്ള ആ ഒരു ഫ്യൂവൽ എനർജി ട്രാൻസിഷന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയാണ് എന്നാണ് അവരുടെ ആ ഒരു പ്രസൻറ്റേഷനിൽ പറയുന്നത്. അതുകൂടാതെ കമ്പനി കൂടുതൽ അവസരങ്ങൾ ഈ ബ്ലൂ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ, അതുപോലെ ഗ്രീൻ അമോണിയ പോലെയുള്ള സെഗ്മെൻറ്റിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലും എക്സ്പോർട്ട് മാർക്കറ്റിലും വലിയൊരു മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ 2030 ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കായിട്ട് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ബ്രോക്കറേജ് ഹൗസുകളും ഇതിൻ്റെ ടാർഗറ്റ് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോക്ക് 14% ഒരു റാലി ഇന്നത്തെ ഇൻട്രാഡേയിൽ കാണിച്ചത്. 10% മുകളിൽ റാലി നടന്ന മറ്റൊരു സ്റ്റോക്ക് റൈമണ്ട്സ് ആണ്. റൈമണ്ട്സ് ലിമിറ്റഡ് എന്ന ഈ സ്റ്റോക്ക് നമുക്കറിയാം, അത് കഴിഞ്ഞ ജൂലൈയിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡീമേർജറിന് അപ്രൂവൽ നൽകിയിരുന്നു. അവിടെ റൈമണ്ട്സിൻ്റെ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സും അതുപോലെ റൈമണ്ട്സിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവലും അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവലും മറ്റ് പേപ്പർ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണാൻ കഴിയും, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീമർജർ ഉടൻ തന്നെ യാഥാർത്ഥ്യത്തിലാവാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ നല്ലൊരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുകൂടാതെ 5 മുതൽ 10% വരെ മുന്നേറിയ ധാരാളം സ്റ്റോക്കുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വാൻ എനർജി, ഫൈൻ ഓർഗാനിക്സ്, ഈസ് മൈ ട്രിപ്പ്, ശോഭ റിയൽറ്റേഴ്സ്, കാസ്ട്രോള്, PTM, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, KEI, PFC, ലോറസ് ലാബ് തുടങ്ങിയ പല സ്റ്റോക്കുകളും നമുക്ക് ഈ തരത്തിൽ നല്ല മുന്നേറ്റം കാഴ്ചവെച്ചതായി കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നിഫ്റ്റി അതിൻ്റെ ടോപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 10% ഒരു കറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കറക്ഷൻ്റെ ഭാഗമായിട്ട് പല ലാർജ് ക്യാപ് സ്റ്റോക്കുകളും നല്ല വാല്യുവേഷനിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ ഇത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ
ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഈ ബൈ ഓൺ ഡിപ്പ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബോട്ടം ഫിഷിംഗ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് നമുക്കിന്ന് പല സ്റ്റോക്കുകളിലും കാണാൻ കഴിഞ്ഞത്. FMCG സെഗ്മെൻറ്റിലുള്ള മുന്നേറ്റത്തിൻ്റെ കാരണവും ഈ ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് മനസ്സിലാകുന്നത്. അതുപോലെ Paytm, ഈസ്മൈ ട്രിപ്പ് പോലെ വളരെയധികം അണ്ടർവാല്യൂഡ് ആയിട്ട് കിടക്കുന്ന പല സ്റ്റോക്കുകളിലും ഈ മുന്നേറ്റം നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഒരു റിക്കവറി ഉണ്ടാകുമ്പോൾ നല്ല തോതിൽ റീബൗണ്ട് ചെയ്യാൻ പോകുന്നത് ലോങ് ടേമിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് പൊതുവെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു മാസീവായിട്ടുള്ള ബൈയിങ്ങിന് കാരണമായിട്ടുള്ളത് നമുക്കിന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവിന് കാരണമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈ സെൽ ഡാറ്റയാണ്. ആ ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവിടെ ഇന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ്, പക്ഷേ അവർ സെല്ല് ചെയ്തത് വെറും 1278 കോടി മാത്രമാണ്. അതുപോലെ ഇന്ന് DIAs ബൈ ചെയ്തത് നെറ്റ് സെല്ലിങ്ങിനേക്കാൾ കൂടുതലാണ്, അത് 1722 എന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് നമുക്കിന്ന് ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് എങ്ങനെയുണ്ട്, ആ ഡാറ്റ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമായിരിക്കും. ഇന്നത്തെ റാലിയിൽ പ്രധാനപ്പെട്ട മറ്റൊരു കോൺട്രിബ്യൂഷൻ IT സ്റ്റോക്കുകളാണ്. ഇപ്പോൾ US ലേബർ മാർക്കറ്റിൽ വന്നിട്ടുള്ള ജോബ്ലെസ് ക്ലെയിം ഡാറ്റ, ആ ഡാറ്റ 6000 കൗണ്ട് ഡൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എംപ്ലോയ്മെൻറ്റ് ഡാറ്റ മെച്ചപ്പെട്ടു വരികയാണ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കഴിഞ്ഞ 7 മാസത്തെ ഏറ്റവും കുറഞ്ഞ ജോബ്ലെസ് ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ IT മേഖലയിൽ വലിയൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. കൂടുതലായിട്ട് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും US IT റിസോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇന്ത്യൻ IT സ്റ്റോക്കുകളിലും ഇത് വലിയൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നല്ലൊരു മൂവ് IT ഇൻഡെക്സിൽ ഉണ്ടായത്. ഇന്നത്തെ സെക്ടോറൽ ഇൻഡെക്സിൽ ഏറ്റവും വലിയ മൂവ് നടന്നിട്ടുള്ളതും ഈ IT ഇൻഡെക്സിലാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ഒഫീഷ്യൽസിൻ്റെ ഒരു മീറ്റിംഗ്, FOMC മീറ്റിംഗ് ഈ ഡിസംബർ പകുതിയാകുമ്പോൾ നടക്കും. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ, അതിനോടൊത്തുകൊണ്ടുള്ള ഒരു ഡിസിഷൻസ് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ലിക്വിഡിറ്റി നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കൂടി ഇന്ന് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ റാലിയിൽ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടന്നിട്ടുള്ളത് അദാനി സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു റീബൗണ്ടാണ്. നമുക്കറിയാം, ഇന്നലെ വലിയൊരു പാനിക് സെല്ലിംഗ് ആണ് അദാനി സ്റ്റോക്കിലുണ്ടായത്. അപ്പോൾ അദാനി സ്റ്റോക്കുകളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ആരോപണം വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഒഴിച്ചിട്ടുള്ള ബാക്കി സ്റ്റോക്കുകളിലൊക്കെ ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് കാണാം, അംബുജ സിമെൻറ്റ്, ACC, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, അദാനി ടോട്ടൽ ഗ്യാസ്, NDTV, ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല ഒരു മുന്നേറ്റം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അദാനി പവർ, അതുപോലെ അദാനി എനർജി, അതുപോലെ അദാനി ഗ്രീൻ എനർജി, ഇങ്ങനെ പവർ സെഗ്മെൻറ്റിലുള്ള ആ സ്റ്റോക്കുകളിൽ ഇന്നും നല്ല ഇടിവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി വൈസായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺഗ്ലമറേറ്റിൻ്റെ ധാരാളം സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എല്ലാ സ്റ്റോക്കുകളിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവും. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ആളുകൾ ചിന്തിക്കുകയും ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അവിടെ എല്ലാ അദാനി സ്റ്റോക്കുകളും ഈ രീതിയിൽ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടതില്ല എന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്കിൽ മനസ്സിലാക്കാം. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് PSU ബാങ്കുകളിലും ആ ഒരു റിക്കവറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദാനിയുടെ ഡെറ്റുമായിട്ട് ഈ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ഈ ബ്രൈബറി കേസിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഇൻവെസ്റ്റേഴ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് PSU സ്റ്റോക്കുകളിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു ക്രാഷ് ഇന്ന് റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയാലും ബാങ്ക് ഓഫ് ബറോഡ ആയാലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാലും എല്ലാം ആ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളൊക്കെ ഇന്ന് റിക്കവർ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ PSU ബാങ്ക് ഇൻഡെക്സ് തന്നെ ഒരു 3% മുന്നേറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെഡ് കാറ്റ് ബൗൺസ്, അതായത് ചത്ത പൂച്ചയുടെ പുനർജന്മം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ഒരു ട്രിഗർ പോയിൻ്റായി നിന്നുകൊണ്ട് ഇത് മുന്നേറുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ട്രേഡിംഗ് സെഷൻ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ നമുക്ക് ലഭിക്കും. നമുക്കറിയാം, മഹാരാഷ്ട്ര സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് ലോക്സഭ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ. അതുകൂടാതെ നിയമസഭ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ തേർഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് കൂടിയാണ് മഹാരാഷ്ട്ര. അതുകൂടാതെ
നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തോതിൽ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത് ഇതുവരെയുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകൾ നൽകുന്ന സൂചനകൾ BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ റിസൾട്ടും അത് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു റിക്കവറി തുടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ല തിരിച്ചാണ് ഒരു റിസൾട്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം കോഷ്യസ് ആവേണ്ടതുണ്ട്. ആ ട്രിഗർ പോയിന്റ് ചിലപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ റാലിയെ താഴോട്ട് കൊണ്ടുവരാനും ചിലപ്പോൾ സഹായിച്ചേക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തരം വാർത്തകളെ കൂടുതൽ അടുത്തു നിന്നുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.